സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന് കൊച്ചിയിൽ പ്രൗഢഗംഭീരമായ തുടക്കം. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വൈപ്പിൻ എംഎൽഎ KN ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 23ാമത് എഡിഷനാണ് കൊച്ചിയിൽ നടക്കുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ്, ഡിജിറ്റൽ കേബിൾ, ബ്രോഡ്ബാൻഡ് മേഖലകളിലെ പുതിയ ടെക്നോളജിയും പ്രൊഡക്ട്സുമായി 100ഓളം ബ്രാൻഡുകളാണ് മെഗാ കേബിൾ ഫെസ്റ്റിൽ അണിനിരക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കമായി. കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ കേബിൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയെ ആകെ മാറ്റിമറിച്ച ഒന്നാണ്. ഞാൻ ആദ്യമായിട്ട് കേബിൾ TV കാണുന്നത് ഇവിടെ നിന്നാണ്. കേബിൾ TV ആദ്യമായിട്ട് വരുന്നത് ഈ പ്രദേശത്താണ്. അതും എൻ്റെ ഓർമ്മയിൽ നമ്മുടെ സ്റ്റാർ ഒരു 5-6 ചാനലുകളുണ്ട്. മിക്കവാറും ഞങ്ങൾ സ്പോർട്സ് ഇരുന്ന് കാണും. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് TV-യിൽ നമ്മളീ കാണുന്ന ദൂരദർശനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചാനൽ കാണാൻ വേണ്ടി മിക്കവാറും എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം ഇവിടെ വന്നിരുന്നിട്ടാണ് കേബിൾ TV ആദ്യമായിട്ട് കാണുന്നത്. ഇവിടുത്തെ HIG-യിൽ ഇരുന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കേബിൾ TV കാണുന്നത്. അവിടെ തന്നെയാണ് നിങ്ങളുടെ മെഗാ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സ്വാധീനം നമ്മുടെ നാട്ടിൽ അതിശക്തമായിട്ടുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയത്തെയും ബാധിക്കുന്നുണ്ട്. ശരിയും തെറ്റുമൊക്കെ പലപ്പോഴും വലിയ നിലയിൽ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് കഴിയുന്നൊരു കാലമാണ്. ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിന് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ യാതൊരു നിലയിലുമുള്ള കുറവ് സംഭവിച്ചിട്ടില്ല. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. This is our 23rd exhibition. We are conducting it organized by Cable TV Operators Association and Kerala Info Media. വൈപ്പിൻ എംഎൽഎ KN ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ഞങ്ങളുടെ എല്ലാം സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവിതത്തിലുമെല്ലാം വളരെ നിർണായകമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ആ മേഖലയിൽ സേവനമെന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻ കുമാർ, ജിയോസ്റ്റാർ TV ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് പീയൂഷ് ഗോയൽ, കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ CR സുധീർ, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, കേരള ഇൻഫോ മീഡിയ CEO NE ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഈ കൂട്ടായ്മ, ഇതിലൂടെ രൂപീകൃതമായ കേരള വിഷൻ എന്ന കമ്പനി ഇന്ന് കേരളത്തിലെ നമ്പർ 1 ആയി മാറിയതിൻ്റെ പിന്നിൽ ഈ മെഗാ ഫെസ്റ്റിനും അതിൻ്റേതായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. വലിയ മാറ്റമാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയുടെ തുടക്കകാലത്ത് ഞങ്ങളൊക്കെ നേരിട്ട ഒരു ഭാഷയുടെ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഇൻഡസ്ട്രിയിൽ ബിസിനസ്സിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതെല്ലാം അന്യഭാഷക്കാരായിട്ടാണ്. ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്. നമ്മുടെ ആ പരിമിതികളെ മറികടന്നത് NH അൻവറാണ്. അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. കേരളത്തിലെ ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് കേരള വിഷൻ എന്ന ഒരു വലിയ ബ്രാൻഡിന് പിറകിൽ ഏറെ ശക്തവും സുരക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് ഈ ഇൻഡസ്ട്രി എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ്. ഇതോടനുബന്ധിച്ച് ഇല്ലാതാകുന്നുവോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ മാധ്യമ സെമിനാറും നടന്നു. കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനീഷ് മോഡറേറ്ററായിരുന്നു. മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജീവ് ദേവരാജ്, മനോരമ ന്യൂസ് സീനിയർ ന്യൂസ് എഡിറ്റർ ഷാനി പ്രഭാകരൻ, ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ അളകനന്ദ, റിപ്പോർട്ടർ TV കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി, എഴുത്തുകാരി പ്രൊഫസർ സുജ സൂസൻ ജോർജ് എന്നിവർ പങ്കെടുത്തു. മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 23ാമത് എഡിഷനാണ് കൊച്ചി കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. മെഗാ കേബിൾ ഫെസ്റ്റിൽ ബ്രോഡ്കാസ്റ്റിംഗ്, ഡിജിറ്റൽ കേബിൾ, ബ്രോഡ്ബാൻഡ് മേഖലകളിലെ പുതിയ ടെക്നോളജിയും പ്രൊഡക്റ്റുകളുമായി 100ഓളം ബ്രാൻഡുകൾ അണിനിരക്കും. OTT, സ്മാർട്ട് ഹോം, എന്റർടൈൻമെന്റ്, സെക്യൂരിറ്റി സൊല്യൂഷൻ തുടങ്ങിയ ഇന്നോവേറ്റീവ് സ്മാർട്ട് സൊല്യൂഷൻ പ്രൊഡക്റ്റുകളുടെ പ്രത്യേക പവലിയനും സജ്ജമാക്കിയിട്ടുണ്ട്. നവംബർ 7 രാവിലെ 11 മണി മുതൽ IPTV, OTT, ബ്രോഡ്ബാൻഡ്, സ്മാർട്ട് സൊല്യൂഷൻ എന്നീ വിഷയങ്ങളിൽ ടെക്നിക്കൽ സെമിനാറും വൈകിട്ട് 3 മണിക്ക് ഇന്ത്യയിലെ പ്രമുഖ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ മേധാവികൾ പങ്കെടുക്കുന്ന ബ്രോഡ്കാസ്റ്റ് ലീഡേഴ്സ് ടോക്കും നടക്കും. നവംബർ 8 രാവിലെ 11 മണിക്ക് പ്രാദേശിക ചാനൽ നവീകരണം എന്ന വിഷയത്തിൽ നടക്കുന്ന ശില്പശാലയിൽ ന്യൂസ് മലയാളം 24x7 ന്യൂസ് എഡിറ്റർ TM ഹർഷൻ, ദ ക്യൂ എഡിറ്റർ മനീഷ് നാരായണൻ, COA വൈസ് പ്രസിഡന്റ് M രാജ്മോഹൻ എന്നിവർ ക്ലാസ് നയിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on November 6, 7, 8, 2025 at Rajiv Gandhi Inter Stadium, Kadavandara, Kochi, Kerala. Mega Cable Fest.